എങ്ങനെയാണ് VS-നെ അനുസ്മരിക്കുന്നത്? തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് VS-ന്റെ വേർപാട് തീരാ നഷ്ടമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദിശാബോധത്തോടെ നയിച്ച ഒരു മഹാനായ വിപ്ലവകാരിയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും തീരാ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ദുഃഖഭാരത്താൽ തേങ്ങുന്ന കാഴ്ചയാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയേറെ തൊഴിലാളി സഖാക്കൾ VS-നെ സ്നേഹിച്ചിരുന്നു. കണ്ണേ കരളെ VS-എ, പൊന്നേ പൊരുളെ VS-എ എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത്രയേറെ മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിച്ച ഒരു മഹാനായ വിപ്ലവകാരിയായിരുന്നു VS എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VS-ന് പകരം VS മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു തൊഴിലാളിയായി, കയർ ഫാക്ടറി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് P. കൃഷ്ണപിള്ളയാണ് VS-നെ ഒരു സംഘടനാ പാടവമുള്ള നേതാവായി കണ്ടെത്തിയത്. 37-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആലപ്പുഴയിലെത്തിയ P. കൃഷ്ണപിള്ള കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി VS-നെ കുട്ടനാട്ടിലേക്ക് അയക്കുകയുണ്ടായി. കുട്ടനാടിന്റെ അന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ജന്മിത്തം അതിഭയങ്കരമായ ഭീകരവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്റെ നാടായ കൈനകരിയിൽ കർഷക തൊഴിലാളി സംഘടന കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി VS എത്തിയത്. കൈനകരിയിലും അതിനുശേഷം കാവാലത്തും. കർഷക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതാക്കന്മാരെ കാണുമ്പോൾ ആദ്യം ഭയമായിരുന്നു. ശാന്തമായി അവിടെ കേന്ദ്രീകരിച്ചു നിന്ന് സ്നേഹഭാവത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരോടൊപ്പം കിടന്നിറങ്ങി ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. അതുപോലെ VS-നെ സംബന്ധിച്ചിടത്തോളം പുന്നപ്പുറ വയലാറുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ ചിലരൊക്കെ ആക്ഷേപിക്കുന്നത് കേട്ടിട്ടുണ്ട്. പുന്നപ്പുറ വയലാർ സമരം നടന്ന രാത്രിയിൽ അദ്ദേഹത്തെ പള്ളാത്തുരുത്തി പൂക്കൈതയാറിന്റെ തീരത്ത് കരിമ്പാവളവ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു ചുരുളമ്പളത്തിൽ തുഴഞ്ഞ് കോട്ടയത്ത് എത്തിച്ച VS പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എല്ലാവരും പറയുന്നത് ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട്. ക്രൂരമായ മർദ്ദനം, കാലിൽ വയനട്ട് കുത്തിയിറക്കി, രക്തം വാർന്നൊഴുങ്ങി അദ്ദേഹം മരിച്ചു എന്ന് കണ്ട് ആ ലോക്കപ്പിലുണ്ടായിരുന്ന കള്ളനായ കോലപ്പനെയും കൂട്ടി പോലീസ് അദ്ദേഹത്തെ കാട്ടിലെറിയാൻ തീരുമാനിച്ചതാണ്. പക്ഷേ കള്ളനായ കോലപ്പന് മനസാക്ഷിയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി കാട്ടിലെറിയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ട് സാർ എന്ന് പോലീസിനോട് പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുചെന്ന് ഇടുന്ന സ്ഥിതിയുണ്ടായി. എന്നിട്ട് പോലീസ് മുങ്ങുകയാണ് ചെയ്തത്. ആ മനസാക്ഷിയുള്ള കള്ളനില്ലായിരുന്നെങ്കിൽ VS അന്നേ മരിക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച ത്യാഗം, ഒരു സാധാരണ പ്രവർത്തകനായി സാധാരണ വിദ്യാഭ്യാസം, പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന VS കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം അതിന്റെ ജില്ലാ സെക്രട്ടറിയായി, അതിന്റെ സംസ്ഥാന സെക്രട്ടറിയായി, അതിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി. പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ വരെ അദ്ദേഹത്തിന് എത്തിച്ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ത്യാഗത്തിനുള്ള അംഗീകാരമാണത്.
ഇത്രയൊക്കെ മാറി നിൽക്കുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളായിരുന്നു. അതെ 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 കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ത്യാഗം നിസ്സാരമല്ലല്ലോ. കുട്ടനാട് എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ വി എസ് എത്തും. വി എസ് അസുഖമായി കിടന്നതിന് ശേഷമാണ് ഇത്തവണ കുട്ടനാട് വാസ്തവത്തിൽ അനാഥമായിരുന്നു. കുട്ടനാട്ടുകാർ പറയും വി എസ് ഉണ്ടെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടോ വി എസ് എവിടെ എത്തിയിരിക്കും. അതാണ് കുട്ടനാടുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈകാരികമായ ബന്ധം. അത് മാത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് വി എസിന്റെ രാഷ്ട്രീയത്തിലെ ഇച്ഛാശക്തിയും സത്യസന്ധതയുമാണ്. അദ്ദേഹം MLA ആയി, പ്രതിപക്ഷ നേതാവായി, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഒരു 15 വർഷം MLA ആയി കേരള നിയമസഭയിൽ ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പത്രസമ്മേളനത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് അതങ്ങ് അവസാനിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. നിയമസഭയിലും ചിലരൊക്കെ അഴിമതി ആരോപണം ഉന്നയിക്കും. പക്ഷെ വി എസ് അഴിമതി ആരോപണം ഉന്നയിച്ച് സമാധാനപ്പെട്ട് അങ്ങ് അടങ്ങിയിരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ഒരഴിമതി എന്ന് കണ്ടാൽ ആ പ്രശ്നം നിയമസഭയിലാണേലും പത്രക്കാരുടെ മുമ്പിലാണേലും പറയുകയും അവസാനം വരെ അതിനുവേണ്ടി അദ്ദേഹം പൊരുതുകയും ചെയ്യും. എത്ര മഹാന്മാരായിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹം കോടതിയുടെ തിണ്ണയൊക്കെ നിർത്തിയത്. സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു നേതാവിന് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ കണ്ടല്ലോ പല നേതാക്കന്മാരും കോടതിയുടെ തിണ്ണേക്കയറി നിൽക്കുന്നത്. ആർ ബാലകൃഷ്ണപിള്ള, TM ജേക്കബ്, കെ കരുണാകരൻ, കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, എത്ര നേതാക്കന്മാരാണ്. ഈ സന്ദർഭത്തിൽ അവരുടെ ഒന്നും പേര് പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുകയല്ല. പക്ഷേ വി എസ് നടത്തുന്ന പോരാട്ടം അതാണ് ലക്ഷ്യബോധമുള്ള പോരാട്ടം, ഇച്ഛാശക്തിയുള്ള പോരാട്ടം. അഴിമതിക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് തെളിയിക്കാൻ, ചുമ്മാതൊന്നും അദ്ദേഹം ഒരു ആക്ഷേപമൊന്നും ആരെക്കുറിച്ച് ഉന്നയിക്കത്തില്ല. ഉന്നയിച്ചാൽ അതിന്റെ അവസാനം വരെ, സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി ഒരു മുക്കറായിട്ടിട്ട് അവസാനിപ്പിക്കുന്ന പരിപാടിയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനല്ല. ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അതിന്റെ അവസാനം വരെ അതിനുവേണ്ടി അദ്ദേഹം പോരടിക്കും. അത്രയേറെ ഇച്ഛാശക്തിയുള്ള, സത്യസന്ധതയുള്ള, സമൂഹത്തോട് ഇത്രയും പ്രതിബദ്ധതയുള്ള വി എസിനെ കുറിച്ച് കുട്ടനാടുമായി ബന്ധപ്പെട്ട് പണ്ടൊരു ആക്ഷേപം ഉയർന്നു വന്നല്ലോ, വെട്ടിനിറത്തൽ നേതാവാണെന്ന്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രകാരന്മാരും ഒക്കെ ഉണ്ടല്ലോ. അവരൊന്നും കാണുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ട് കുട്ടനാട്ടിലെ പാടശേഖരം നികന്നു പോകാൻ പാടില്ല, നെൽപ്പാടം സംരക്ഷിക്കണം. അദ്ദേഹം ആഹ്വാനം ചെയ്ത ആ നെൽപ്പാട സംരക്ഷണ സമരം ഇപ്പൊ അതിനെ നീർത്തട സംരക്ഷണം എന്നാണ് പറയുന്നത്. അന്ന് വി എസിന്റെ ഭാഷയെ നെൽപ്പാടം സംരക്ഷിക്കുക, അതിലൂടെ നമ്മുടെ പാടശേഖരങ്ങളിലെ നെല്ലുൽപാദനം, അത് മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൂടെ അന്ന് വി എസിനെ കുറിച്ച് പറഞ്ഞത് വെട്ടിനിരത്തൽക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചത്. അതിനുശേഷം ശാസ്ത്രജ്ഞന്മാരെല്ലാം രംഗത്ത് വന്നല്ലോ, വി എസ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ആ സമരം വി എസ് കാവാലത്ത് വെച്ച് പ്രഖ്യാപിക്കുന്നു, കുട്ടനാട്ടിൽ വെച്ച്. ആ സമരത്തിൽ പങ്കെടുത്ത്, അതിലെ ആദ്യത്തെ സമരം നടന്ന കൈനേരി ഇരുമ്പനം പാടത്ത, ആ സമരത്തിൽ പങ്കെടുത്ത് പ്രതിയായവനാണ് ഞാൻ. അപ്പൊ അങ്ങനെ വി എസ് ശാസ്ത്രീയമായ വീക്ഷണത്തോട് കൂടിയിട്ടാണ് എല്ലാ പ്രശ്നങ്ങളെയും സമീപിച്ചിട്ടുള്ളത്. അതിനെ പലരും തെറ്റിദ്ധരിച്ച് വെട്ടിനിരത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന അവരെല്ലാം ഇപ്പൊ തിരുത്തി പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ വി എസിനെ പോലെ പോരാട്ട വീര്യമുള്ള ഒരു നേതാവ്, അത്ര ദിശാബോധമുള്ള, വിപ്ലവ വീക്ഷണമുള്ള ഒരു നേതാവ് കേരളത്തിൽ അപൂർവമായി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു വിപ്ലവകാരി എന്ന രൂപത്തിൽ AKGക്ക് ശേഷം ഇതുപോലെ പോരാട്ട കാര്യത്തിൽ പാവപ്പെട്ടവന് വേണ്ടി, കൃഷിക്കാരന് വേണ്ടി, ഇടത്തരക്കാരന് വേണ്ടി ഇത്രയേറെ പോരാട്ടം സംഘടിപ്പിച്ചിട്ടുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ് വാസ്തവത്തിൽ.